ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉണക്കപ്പയും ബീഫ് കറിയാണ്. ചെറുപ്പത്തിലേ കഴിച്ച് ശീലിച്ച കാരണം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഉണക്കപ്പയും ബീഫ് കറി. അപ്പോൾ കുറച്ച് ഉണക്കപ്പ ഇട്ട് അത് വെച്ച് കപ്പ വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ആദ്യമേ കപ്പ ഒന്ന് കുതിരാനെ കൊണ്ടിടണം. ഇവിടെ കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ നാരും കളഞ്ഞ് ചെറിയ രീതിയിലാണ് ഇത് വാട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അധികം ക്ലീൻ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഇത് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറോ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കപ്പ കുതിരുന്ന സമയങ്ങൾ നമുക്ക് ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കാം. ബീഫ് കറിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1-2 വീഡിയോസൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബീഫ് കറിയുടെ വീഡിയോ ഞാൻ കുറച്ചൊന്ന് സ്പീഡിനാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്ത ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു കുക്കറിലേക്ക് മാറ്റി അതിനുശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇപ്പോഴത്തെ ബീഫിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട്. അത് തന്നെയല്ല നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ മസാല പുരട്ടിയെടുത്ത ബീഫ് കുക്കറിലേക്ക് മാറ്റി ഒരു 5-6 വിസിൽ ഒന്ന് അടുപ്പിച്ച് മാറ്റി വെക്കാം. ഇനി വെന്തിരിക്കുന്ന ബീഫ് ഒന്ന് കറിയാക്കണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വാടി കഴിയുമ്പോൾ ഒരു ചെറിയ സവാളയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതോ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടികളാണ്. പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബീഫ് മസാല. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചവത്തിലൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതിനകത്തിൽ ഓൾറെഡി ബീഫ് വെന്തതിന് ശേഷം വെള്ളം കാണും. ആ വെള്ളം ഉൾപ്പെടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കപ്പയുടെ കൂടെ കഴിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ചാറ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബീഫ് വെന്തതിനകത്തിൽ ഇറങ്ങിയ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനകത്തിൽ ഓൾറെഡി നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ മസാലയുമായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കി ആദ്യമേ നമ്മൾ ആ മസാല വഴറ്റുന്നതിന് മുമ്പേ ചേർത്താലും മതി. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുതിർത്തെടുത്ത കപ്പ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ആ കപ്പ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് കപ്പ ഒന്ന് തിളച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് നോക്കണം. കപ്പയ്ക്ക് കട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇനി കല്ലുപ്പാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കല്ലുപ്പൊടി ചേർത്തിട്ട് വേണം ബാക്കി നമുക്ക് കപ്പ വേവിച്ചെടുക്കാൻ. ഈ കപ്പയ്ക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഇതിലേക്ക് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അത് ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിന് ഊറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുത്ത കപ്പയിലേക്ക് ഞാനിവിടെ ഉപ്പുനീര് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് വെള്ളം കുറച്ചുണ്ടെങ്കിൽ ഒന്ന് വറ്റാൻ വേണ്ടി നമുക്കത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം മാറ്റാം. ഇനി നമ്മൾ ഇതൊന്ന് കടുക് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് മൂത്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആദ്യമേ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഊറ്റി ഉപ്പുനീരൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്ന കപ്പ കുറച്ചൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പ മുഴുവനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പും ഈ കപ്പയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ അരപ്പും ഈ കപ്പയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി ലേശം വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറുതീയിലാണ് വെക്കുന്നത്, എന്നാലും ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പയിൽ ആവി കയറി അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബീഫ് കറിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ. ചിക്കൻ കറിയും അല്ലെങ്കിൽ മീൻ കറിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ബീഫ് കറിയും കപ്പയുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബീഫ് ഇതിൻ്റെ കൂടെ റെഡിയാക്കി എടുത്തത്. അപ്പം കപ്പ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെയൊക്കെ രുചിയൊക്കെ ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്